ഹായ് ഫ്രണ്ട്സ്, സംഖ്യാരേഖ അതല്ലെങ്കിൽ നമ്പർ ലൈൻ. ഓക്കെ, ഇവിടെ നമുക്കൊരു സംഖ്യാരേഖ കാണാൻ സാധിക്കും. ഇവിടെ നടുക്ക് വരുന്ന സംഖ്യയാണ് 0. പൂജ്യത്തിൻ്റെ ഇടതുവശത്തുള്ള സംഖ്യകളെയാണ് നെഗറ്റീവ് സംഖ്യകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂജ്യത്തിൻ്റെ വലതുവശത്തുള്ള സംഖ്യകളാണ് പോസിറ്റീവ് സംഖ്യകൾ. ഓക്കെ, നെഗറ്റീവ് സംഖ്യകളെയാണ് ന്യൂനസംഖ്യ എന്ന് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, പൂജ്യത്തിൻ്റെ ഇടതുവശത്തുള്ള സംഖ്യകളാണ് നെഗറ്റീവ് സംഖ്യകൾ. നെഗറ്റീവ് സംഖ്യകൾക്ക് മലയാളത്തിൽ പറയുന്ന പേരാണ് ന്യൂനസംഖ്യകൾ എന്നത്. ന്യൂനസംഖ്യക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ഋണപൂർണ്ണ സംഖ്യ എന്നും പറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? പൂജ്യത്തിന്റെ ഇടതുവശത്തുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ്, പൂജ്യത്തിന്റെ ഇടതുവശത്തുള്ള സംഖ്യകളാണ് നെഗറ്റീവ് സംഖ്യകൾ. ഓക്കെ, അതിന് മലയാളത്തിൽ പറയുന്ന പേരുകളാണ് ന്യൂനസംഖ്യകൾ അതല്ലെങ്കിൽ ഋണപൂർണ്ണ സംഖ്യകൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ഋണപൂർണ്ണ സംഖ്യ ഏത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണ സംഖ്യ ഏത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ന്യൂനസംഖ്യ ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം -1 ആണ്. എന്നാൽ ഏറ്റവും ചെറിയ ഋണപൂർണ്ണ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അനന്തമാണ്. ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ചെറിയ ഋണപൂർണ്ണ സംഖ്യ ചോദിച്ചാൽ അനന്തമാണ്. അനന്തത്തെ ഇൻഫിനിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇടതുവശത്തുള്ള സംഖ്യ ആയതുകൊണ്ട് ഇതിനെ മൈനസ് ചേർത്ത് വിളിക്കാം. അപ്പം നമുക്ക് പറയാം ഏറ്റവും വലിയ ഋണപൂർണ്ണ സംഖ്യ -1ഉം ഏറ്റവും ചെറിയ ഋണപൂർണ്ണ സംഖ്യ −∞ ഓക്കെ, അല്ലെങ്കിൽ ചോദിക്കാം ഏറ്റവും വലിയ ന്യൂനസംഖ്യ ഏതെന്ന് ചോദിച്ചാൽ -1, ഏറ്റവും ചെറിയ ന്യൂനസംഖ്യ ഏതെന്ന് ചോദിച്ചാൽ -∞ എന്നും പറയാം. ആദ്യമായി നെഗറ്റീവ് സംഖ്യകൾ ഉപയോഗിച്ചത് ഇന്ത്യക്കാരാണ്. ആരാണ് വ്യക്തി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബ്രഹ്മഗുപ്തനാണ് ആദ്യമായി നെഗറ്റീവ് സംഖ്യകൾ ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ബ്രഹ്മസ്ഫുട സിദ്ധാന്ത എന്ന പുസ്തകത്തിലാണ് നെഗറ്റീവ് സംഖ്യകളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നെഗറ്റീവ് സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ ഋണപൂർണ്ണ സംഖ്യകൾ. ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യയാണ് -1, ഏറ്റവും ചെറിയ നെഗറ്റീവ് സംഖ്യയാണ് ഏത്, -∞. നെഗറ്റീവ് സംഖ്യകൾ ആദ്യമായി ഉപയോഗിച്ചത് ബ്രഹ്മഗുപ്തനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്ത. ഈ പുസ്തകത്തിലാണ് നെഗറ്റീവ് സംഖ്യകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സംഖ്യാരേഖയിൽ വലത്തോട്ട് പോകുന്തോറും സംഖ്യകൾ കൂടി പോകുന്നു. സംഖ്യാരേഖയിൽ ഇടത്തോട്ട് പോരുന്തോറും സംഖ്യകൾ കുറഞ്ഞു വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പം നെഗറ്റീവ് സംഖ്യകൾ തന്നെ പൂജ്യത്തോട് അടുക്കും തോറും സംഖ്യയുടെ മൂല്യം കൂടി വരുന്നു. ലാസ്റ്റ് ഗ്രേഡ് പോലെയുള്ള ചെറിയ പരീക്ഷകളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. എങ്ങനെയുള്ള ചോദ്യങ്ങൾ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത്, അല്ലെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ചെറുതേത്, എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് നമുക്ക് തരാറുണ്ട്. ഉദാഹരണത്തിന് -20 ആണോ -7 ആണോ വലുത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം -7 ആണ് വലുത്. ക്ലിയർ ആണെന്നുണ്ടല്ലോ. കാര്യം എന്താ? സംഖ്യാരേഖയിൽ -7നേക്കാളും ഇടതുവശത്ത് വരുന്ന സംഖ്യയാണ് -20. സംഖ്യാരേഖയിൽ ഇടതുവശത്തോട്ട് പോരുന്തോറും സംഖ്യകൾ കുറഞ്ഞു വരുന്നു. അപ്പം നമുക്ക് പറയാം -7 ആണ് വലുത്. ഏതിനേക്കാൾ? -20നേക്കാൾ വലുതാണ് -7. തിരിച്ചു പറയുമ്പോഴോ -20 ചെറുതാണ്. ഏതിനേക്കാൾ? -7നേക്കാൾ ചെറുതാണ് -20. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, -5 ആണോ 0 ആണോ വലുത്? ഡൗട്ട് ഇല്ലാതെ നമുക്ക് പറയാം 0 വലുത് -5നേക്കാൾ. ഓക്കെ അല്ലേ? അപ്പൊ നെഗറ്റീവ് സംഖ്യകൾ പൂജ്യത്തോട് അടുക്കും തോറും സംഖ്യകളുടെ വില കൂടി വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പൂജ്യത്തിൻ്റെ ഇടതുവശത്തുള്ള സംഖ്യകൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് സംഖ്യകൾ. അതുപോലെ തന്നെ പൂജ്യത്തിൻ്റെ വലതുവശത്തുള്ള സംഖ്യകൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് സംഖ്യകൾ. അപ്പോൾ നമുക്ക് പറയാം പൂജ്യത്തിൻ്റെ വലതുവശത്തുള്ള സംഖ്യകളാണല്ലോ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകൾ. അപ്പോൾ നിസ്സർഗ സംഖ്യകളൊക്കെ പോസിറ്റീവ് സംഖ്യകളാണ്. അപ്പോൾ പൂജ്യത്തിൻ്റെ വലതുവശത്തുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് സംഖ്യകൾ. പോസിറ്റീവ് സംഖ്യകൾക്ക് മലയാളത്തിൽ പറഞ്ഞ പേരാണ് അതിസംഖ്യകൾ. എന്താണ് പറഞ്ഞ പേര്? അതിസംഖ്യകൾ. അപ്പോൾ ചോദിച്ചോട്ടെ, ഏറ്റവും ചെറിയ അതിസംഖ്യ ഏത്? ഏറ്റവും ചെറിയ അതിസംഖ്യയാണ് 1. ഏറ്റവും വലിയ അതിസംഖ്യ അനന്തമാണ്. അനന്തത്തെ ഇൻഫിനിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നു. പോസിറ്റീവ് സംഖ്യ ആയതുകൊണ്ട് നമുക്ക് +∞ എന്നും പറയാം.
ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ പറഞ്ഞു പൂജ്യത്തിന് ഇടതുവശത്തുള്ള സംഖ്യകളാണ് നെഗറ്റീവ് സംഖ്യകൾ, പൂജ്യത്തിൻ്റെ വലതുവശത്തുള്ള സംഖ്യകളാണ് പോസിറ്റീവ് സംഖ്യകൾ. അപ്പം 0 എന്നത് പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത സംഖ്യയാണ്. ഓക്കെ ആണല്ലോ? പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത സംഖ്യയാണ് ഏതെന്ന് പറയുന്നത്? 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്ലസ് മൈനസ് എന്നീ ചിഹ്നങ്ങൾ കണ്ടുപിടിച്ച വ്യക്തി, അതായത് ഈ പോസിറ്റീവ് സംഖ്യകൾക്ക് അവിടെ പ്ലസ് എന്നൊരു സൈന് വരുന്നുണ്ട്, നെഗറ്റീവ് സംഖ്യകൾക്ക് മൈനസ് എന്നൊരു സൈൻ വരുന്നുണ്ട്. ഈ പ്ലസ് മൈനസ് എന്നീ ചിഹ്നങ്ങൾ കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോഹന്നസ് വിറ്റ്മാൻ. ഓക്കെ ആണല്ലോ? എൻ്റെ പേര് ജോഹന്നസ് വിറ്റ്മാൻ. അപ്പൊ സംശയം ഉണ്ടാവും, നേരത്തെ പറഞ്ഞല്ലോ നെഗറ്റീവ് സംഖ്യകൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ബ്രഹ്മഗുപ്തനാണ്. അദ്ദേഹം നെഗറ്റീവ് സംഖ്യകൾ ഉപയോഗിച്ചു. എന്നാൽ നെഗറ്റീവിന് ഇങ്ങനൊരു സിമ്പൽ കൊടുത്തത്, പ്ലസിന് ഇങ്ങനൊരു സിമ്പൽ കൊടുത്ത വ്യക്തിയാണ് ജോഹന്നസ് വിറ്റ്മാൻ. അതുപോലെ തന്നെ സമചിഹ്നം കണ്ടുപിടിച്ചത് റോബർട്ട് റെക്കോർഡ് എന്ന ശാസ്ത്രജ്ഞനുമാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സംഖ്യാരേഖയിൽ പൂജ്യത്തിൻ്റെ ഇടതുവശത്തുള്ള സംഖ്യകളാണ് നെഗറ്റീവ് സംഖ്യകൾ. നെഗറ്റീവ് സംഖ്യകളെയാണ് ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ ഋണപൂർണ്ണ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഏറ്റവും വലിയ ഋണപൂർണ്ണ സംഖ്യ -1, ഏറ്റവും ചെറിയ ഋണപൂർണ്ണ സംഖ്യ -∞ പൂജ്യത്തിൻ്റെ വലതുവശത്തുള്ള സംഖ്യകളെയാണ് പോസിറ്റീവ് സംഖ്യകൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് സംഖ്യകളെയാണ് അതിസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഏറ്റവും ചെറിയ അതിസംഖ്യ 1 ഏറ്റവും വലിയ അതിസംഖ്യ +∞ ആണ്. ഓക്കെ, ആദ്യമായി നെഗറ്റീവ് സംഖ്യകൾ ഉപയോഗിച്ചത് ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനായ ബ്രഹ്മഗുപ്തനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്ത. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പ്ലസിന്, അതുപോലെ ഈ പ്ലസ് മൈനസ് എന്നീ ചിഹ്നങ്ങൾ ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ജോഹന്നസ് വിറ്റ്മാൻ. സമചിഹ്നം കണ്ടുപിടിച്ചത് റോബർട്ട് റെക്കോർഡ് എന്ന ശാസ്ത്രജ്ഞനുമാണ്. ഓക്കെ.